ഈ പ്രാവശ്യം നമുക്ക് കുമ്പളങ്ങ വെച്ചാം. അതുകൊണ്ട് ആ കാണുന്ന മണ്ട ഉണങ്ങിയ പ്ലാവിലാണ് കുമ്പളം പടർന്നു കയറി കുമ്പളങ്ങ പിടിച്ച് കിടക്കുന്നത്. ഇതുവരെ ചക്ക പിടിച്ചിട്ടില്ലെങ്കിലും എന്തായാലും കുമ്പളങ്ങയെങ്കിലും പിടിച്ചു. ഈ തോട്ടി എവിടുന്ന വരുന്നതെന്ന് കാണണ്ടേ? അതുകൊണ്ട് താഴെ ഒരാൾ കസേരയൊക്കെ ഇട്ട് നിന്ന് വിച്ചുവാ കുമ്പളങ്ങ. എന്തായാലും കസേര കയറി നിന്ന് എത്തുന്നതൊക്കെ അച്ചാ പിച്ചിടുന്ന കുമ്പളങ്ങയെല്ലാം അമ്മച്ചി ഭയങ്കര സന്തോഷത്തോടെ പെറുക്കിക്കൊണ്ട് ഇടുന്നുമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അടുത്ത ആള് പിച്ചാനെത്തി. താഴെ നിന്ന് 1-2 ഒക്കെ അടത്തിയിട്ടിട്ട് പിന്നെ മതിലിന്റെ മണ്ട കയറിയായി ബാക്കിയുള്ള ഇതിന്റെ ഇടയ്ക്ക് അച്ഛാ തലേന്ന് പാലക്കാട്ടൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സദ്യയുടെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വിവരിച്ചോണ്ടിരിക്കുവായിരുന്നു. കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പരിപ്പോടയുടെ കാര്യം പറഞ്ഞ വിഷയം മാറ്റി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് കുമ്പളങ്ങയാണെന്ന്. അന്നേരം ഞാൻ വിചാരിച്ചായിരുന്നു കുമ്പളങ്ങ പിച്ചുമ്പോ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഈ കാണുന്ന കേട്ടോ കുമ്പളങ്ങ. അപ്പോഴും അച്ചാടെ സദ്യയുടെ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. പിന്നെ കുമ്പളങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 10-15 എണ്ണം കിട്ടി.